വസുതയും കുഞ്ഞിനെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. അവർക്കവിടെ തുടരാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അവൾ പറഞ്ഞത്. അത് മുമ്പും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ മകളെ അവിടെ നിർത്താൻ പറ്റില്ലെന്നും കൂടെ കൊണ്ടുപോകണമെന്നും അവരെന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയടി, ഇതെവിടുന്നാ ഈ ഫോണ്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ടിന്റെയാ. റിപ്പയർ കഴിഞ്ഞിട്ട് നിന്റെ ഫ്രണ്ടിന് ഫോണൊന്നും ആവശ്യമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അവൾ ഇപ്പൊ വരും. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നീ പറയുന്നത് കള്ളമാണെന്ന്. എടി, സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറ, ഇതാരുടെ ഫോണാ? എന്റെ ഫ്രണ്ട് തന്നതാ. ആര്? കിരണോ? കിരൺ മാത്രമല്ല എനിക്ക് ഫ്രണ്ടായിട്ടുള്ളത്. ഇത്രയും വിലയുള്ള ഫോൺ വാങ്ങിത്തരാൻ മാത്രം സ്നേഹമുള്ള ഏത് ഫ്രണ്ടാടി നിനക്കുള്ളത്? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. എന്റെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല, ഞാൻ കേൾക്കുന്നുണ്ട്, ചോദിച്ചോ. നീ എന്തിനാ ആ സ്വത്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞത്? അതെന്റെ സ്വത്താണ്. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാ. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് നമ്മുടെ മകനും കൂടി അവകാശപ്പെട്ടതല്ലേ? അത് നിഷേധിക്കാൻ നിനക്കെന്ത് അവകാശം? എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്വത്താ അത്. അതെന്റെ മകൻ അനുഭവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എനിക്കെന്നെ മനസ്സിലാവുന്നില്ല, ഞാൻ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ മോളെ ഇങ്ങോട്ട് പോരാൻ. നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? അവന്റെ കപട സ്നേഹം സഹിച്ചു കഴിയേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. അല്ലെങ്കിലും ആരുടെങ്കിലും രണ്ടാം ഭാര്യയെ കഴിയേണ്ടവളാണോ നീ? ഇടയ്ക്ക് ഞാൻ സനീഷിനെ വെളിയിൽ വെച്ച് കണ്ടിരുന്നു. സംസാരത്തിലാകെ ഒരു നിഷേധ സ്വരം. അവളുടെ സ്വത്ത് കണ്ടിട്ട് ഇപ്പൊ അവളുടെ പിന്നാലെ നടക്കുക. ഇപ്പൊ അതാ അയാളുടെ പണി. നിങ്ങളോടല്ലേ അവൾ പറഞ്ഞത് അവൾക്ക് വേണ്ടാന്ന്? പിന്നെ എന്തിനാ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾക്ക് എപ്പോഴും പണം പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? രാവിലെ എഴുന്നേക്കുന്നത് തന്നെ പണം എവിടെ നിന്ന് കിട്ടുമെന്ന ചിന്തയില്ല. പണത്തിന് പണം തന്നെ വേണം, അല്ലാതെ പച്ചില പറിച്ചു കൊടുത്താലേ പകരമാവില്ല. ഈ സ്നേഹത്തിന് പിന്നിലെ രഹസ്യമെന്ത്? ഒരുപാട് കാര്യങ്ങൾ പറയാനും സ്നേഹത്തോടെ പരിചരിക്കാനും ജാനകി തയ്യാറാകുന്നതിന് കാരണമെന്താണ്? മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഗിരിധർ ഇനി ആരെ സംരക്ഷിക്കും, ആരെ തള്ളിക്കളയും? സ്വന്തം സഹോദരിക്ക് വേണ്ടി പോരാടാൻ തയ്യാറായ മാനവിന് അവളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കുമോ? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങൾ.